welcome to my channel. You are watching Hiba Jaffer Stories. So ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഞാൻ ഖത്തറിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കുറേ വീഡിയോസ് ചേർന്നിട്ട് ഒരു വീഡിയോ ആക്കിയതാണ്. എൻ്റെ ആയാലും നിലുവിൻ്റെ ആയാലും ഡ്രസ്സസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഒക്കെ ഡിഫറെൻറ്റ് ഡ്രസ്സസ്സാണ്. കാരണം ഇത് ഒരു ബിറ്റല്ല, കുറേ ദിവസത്തെ കുറേ വ്ളോഗ്സ് ഞാൻ എടുത്ത് വെച്ച് ഒരു ഷോപ്പിംഗ് വീഡിയോ ഇടണം എന്ന പ്ലാനിൽ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. സോ നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഷോപ്പിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഞാനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്കായാലും ഇക്കാൻ്റെ വീട്ടിലേക്കായാലും ഒക്കെ നമുക്ക് നിറയെ പർച്ചേസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത് നടക്കില്ല, കാരണം ഇക്കാക്ക് വർക്ക് ഉണ്ട്, എനിക്കാണെങ്കിൽ വീട്ടിൽ പണിയുണ്ട്, നമുക്കൊരു ദിവസം ഇതിനു വേണ്ടി ഇറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പല ഡേയ്സായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വേണ്ട ചെറിയ പർച്ചേസ് ചെയ്തതും പ്ലസ് നാട്ടിലേക്കുള്ള പർച്ചേസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് ഗൾഫുകാരും ഏത് പ്രവാസികളും നാട്ടിലേക്ക് നോർമലി കൊണ്ടുവന്ന സാധനങ്ങളാണ്. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ട് വീട്ടിലും നിറയെ കുട്ടികളാണുള്ളത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതലും അവിടെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ കോസ്മെറ്റിക്സും അവിടെ നമുക്ക് നല്ല രസമാണ് കാണാനും ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ. അപ്പം ഞാനും ജസ്റ്റ് കോസ്മെറ്റിക്സൊക്കെ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, കുറച്ച് ലിപ് ബാംസ് വാങ്ങിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ നാട്ടിലേക്ക് അങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരുവിധം ഐറ്റംസ് കണ്ടാലൊക്കെ നമുക്കറിയാം, ഷാമ്പൂ, ബോഡി ലോഷൻ, സോപ്സ്, അങ്ങനെ നമ്മളുടെ ഇമ്മമാരുടെ ഐറ്റംസായ കാര്യങ്ങളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കിച്ചൺ ടവൽസ്, അതുപോലെ കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ക്രബ്ബേഴ്സ്, അങ്ങനത്തേതും നമ്മൾ ഒരുപാട് കടയിൽ പോയി ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ നമ്മൾ ചിലതൊന്നും നോക്കുകയാണെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ഷോപ്സിൽ പോയിട്ടായിരുന്നു ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ബാഗൊക്കെ ഗേൾസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. നമ്മൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ക്യൂട്ട് സ്റ്റഫ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ട് കുറേ ടോയ്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡൈസോ ജപ്പാനിൽ ഉണ്ടായിരുന്നതാണ്, സ്ക്വിഷി ടോയ്സ്. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. നമുക്ക് ഏതാ വാങ്ങേണ്ടത് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എല്ലാം ഒന്നും വാങ്ങിക്കൂട്ടാനും പറ്റില്ല, കാരണം നമുക്ക് ലഗേജ് നോക്കണം. രണ്ടാളുടെ ലഗേജാണുള്ളത്. പിന്നെ ചെറിയ ആളുടെ ആണെങ്കിലും അത്രയ്ക്കില്ല, അവൾക്ക് ഒരാളുടെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ലഗേജ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളുടെ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ. ഇത് നമ്മൾ ലുലു പോയപ്പോൾ എടുത്ത ബിറ്റായിരുന്നു.
ഇതും ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാം ക്രീമായാലും ബോഡി ലോഷനായാലും നമ്മൾ മൾട്ടിപ്പിൾ കടയിൽ കയറിപ്പോയിട്ട് അവിടെ എല്ലാം നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലസ് പണ്ടത്തെ പോലെ ആൾക്കാർ ഇപ്പോൾ ക്രീമൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് ആയിരുന്നു, വാങ്ങണോ, വാങ്ങിയിട്ട് പോയിട്ട് വെറുതെ ആകുമോ. അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ടായിരുന്നു. പിന്നെ നിലുവിൻ്റെ കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും അവൾ ആൾക്ക് കിട്ടിയതൊക്കെ എടുത്ത് നമ്മുടെ ട്രോളിയിൽ കൊണ്ടുവന്ന് ഇടും. നമ്മൾ ഓൾമോസ്റ്റ് എവിടെ പർച്ചേസിന് പോയാലും ഈ ഒരു സംഭവമായിരുന്നു സ്ഥിരം. കുറേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവളെന്താ പൊട്ടിക്കാന്ന് നോക്കി നമ്മൾ പിന്നാലെ ഓടുകയാണ്, എന്താ എടുക്കുക. ഒന്നില്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യും, ഇക്ക അവളെ നോക്കും, അല്ലെങ്കിൽ ഇക്ക പർച്ചേസ് ചെയ്യും, ഞാൻ അവളെ നോക്കും. ഞങ്ങൾ രണ്ടാൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഇവളുടെ പർച്ചേസ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും. പിന്നെ ഞാനിതുപോലെ ക്യൂട്ട് മിറേഴ്സ് കണ്ടപ്പോൾ ഞാൻ കുറേ നോക്കി. നിങ്ങളെൻ്റെ ഗിവ് അവേ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ വീഡിയോ എടുത്ത് കാണുക. അപ്പം ഞാൻ ഈ ഗിവ് അവേക്ക് പറ്റിയ എന്തെങ്കിലും മിറേഴ്സൊക്കെ ഉണ്ടോയെന്നൊക്കെ ഞാൻ നോക്കി. പക്ഷേ ഞാൻ പകരം വാങ്ങിച്ചത് വേറെ 2 സാധനങ്ങളാണ്. അത് ആ ഗിവ് അവേ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അതിൽ ഞാനൊരു മിറർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ ടൈപ്സ് ഓഫ് വീഡിയോസ് വേണം എന്നുള്ള കാര്യം എല്ലാ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ പറയണം. സോ എനിക്കതിനനുസരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം. സീ യു അഗെയിൻ, ബൈ.